മരണത്തിന്റെ പടിവാതിക്കൽ വരെ എത്തിയ ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്ന നടനാണ് ബാല. ഒരു വർഷം മുമ്പായിരുന്നു ബാലയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഗുരുതരമായ കരൾ രോഗം മൂലം ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിഞ്ഞതിനെ കുറിച്ചെല്ലാം ബാല പലപ്പോഴായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത നടൻ അഭിനയത്തിലും സജീവമാണ്. താരത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് ബാഡ് ബോയ്സ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാല ഏക മകൾ പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തികയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് പങ്കിട്ട കുറിപ്പാണ് ചർച്ചയാകുന്നത്. മുൻ ഭാര്യ അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതും അവസാനിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ഒരു വർഷം മുമ്പ് ആശുപത്രിയിൽ കരൾ രോഗം മൂർച്ഛിച്ചു കിടന്നപ്പോഴാണ് ബാലയെ കാണാൻ അവന്തിക എത്തിയത്. അന്ന് മകൾ തന്നെ കാണാൻ വന്നത് വലിയ ആശ്വാസമായിരുന്നുവെന്ന് ബാല തന്നെ പിന്നീട് പറഞ്ഞിരുന്നു. മകൾക്ക് പിറന്നാൾ ആശംസിച്ച് ബാല പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഹാപ്പി ബർത്ത്ഡേ പാപ്പു. പാപ്പു, സ്നേഹത്തിന് ജീവിതത്തിൽ വലിയ വിലയുണ്ട്. കാരണം മരണം ഉറച്ചിരുന്നപ്പോൾ പാപ്പു എന്നെ കാണാൻ വന്നു. അതോടെ ഞാൻ ജീവനോടെ തിരിച്ചെത്തി. ഇപ്പോൾ ഞാൻ മോളെ നിന്റെ പിറന്നാളിന് നിന്നെ വിഷ് ചെയ്യുന്നു. പ്രതീക്ഷയുണ്ട് പാപ്പു എന്നെ വിളിക്കുമെന്ന്. ആ ഒരു പ്രതീക്ഷയോടെ ഈ അപ്പ ജീവനോടെ ഇരിക്കും. തീർച്ചയായും എന്റെ മനസ്സിലെ സ്നേഹം സത്യമാണെങ്കിൽ എന്നെ വിളിച്ചിരിക്കും. വിളിച്ചില്ലെങ്കിലും എന്റെ മരണത്തിന് ശേഷം പാപ്പു എന്നെ വന്നു കാണണം. അച്ഛൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നാണ് ബാല പറഞ്ഞത്. പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, അല്ലാതെ മരിച്ച ശേഷം അല്ലെന്നും വീഡിയോയിൽ ബാല കുറിച്ചു. നടന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ പാപ്പുവിന് പിറന്നാൾ ആശംസിച്ച് എത്തി. 2010 ബാലയും അമൃതയും വിവാഹിതരായത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തിരുന്നു. അമൃത പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലായിരുന്നു. മകളെ മനഃപൂർവ്വം അമൃത തന്നെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴായി ബാല ആരോപണം ഉന്നയിച്ചെത്തിയിരുന്നു. ഇതിന് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ട് അമൃത മറുപടി നൽകിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാല മെസ്സേജ് അയക്കുകയോ മെയിൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ തേജോവധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പരത്താനും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണിത്. അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല. ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല. അച്ഛൻ എന്ന വലിയ വായിൽ പറയുന്ന ആൾ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി തരാൻ ചിലവാക്കില്ലെന്ന് നിബന്ധനയിൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നുമാണ് മകളെ ബാലയെ കാണിക്കാത്തതിന് പിന്നിലെ കാരണമായി അമൃത പറഞ്ഞത്. തന്റെ അഭിഭാഷകയ്ക്കൊപ്പം എത്തിയാണ് അമൃത കുറച്ചുനാൾ മുമ്പ് കാര്യങ്ങൾ പ്രേക്ഷകർക്കായി വിവരിച്ചത്.